എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായി വീടും പരിസരവും വൃത്തിയാക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമാണ്. കർക്കിടക മാസത്തിൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇത് ആരോഗ്യവും സമ്പത്തും നൽകും. ജൂലൈ 17 ആണ് കർക്കിടകം 1. കർക്കിടക മാസത്തിന് സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. കർക്കിടകം ജ്യോതിഷാടിസ്ഥാനത്തിൽ ചന്ദ്രമാസമാണ്. സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ആദിത്യൻ ശിവനും ചന്ദ്രൻ പാർവതിയുമാണ്. കർക്കിടക മാസം അതിനാൽ തന്നെ ഭഗവതി മാസവുമാണ്. പഞ്ഞമാസം, രാമായണ മാസം എന്നീ പേരുകളും കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് വീടിൻ്റെ എല്ലാ കോണുകളും തൂത്ത് തുടയ്ക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരും. ഉപയോഗശൂന്യമായ സാധനങ്ങളും പൊട്ടിയ പാത്രങ്ങളും കളയുക. മുറ്റവും ഭിത്തിയും കഴുകി വൃത്തിയാക്കുക. അടുക്കളയിലെയും പൂജാമുറിയിലെയും കറകളെല്ലാം തുടച്ച് വൃത്തിയാക്കുക. പൂജാമുറിയിൽ മാറാല കെട്ടിയിട്ടുണ്ടാകും, അതും വൃത്തിയാക്കുക. പൂജാമുറിയിലെ വിളക്കുകളെല്ലാം കഴുകി വൃത്തിയാക്കുക. രാമായണ ഗ്രന്ഥം വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞു വെക്കുക. കുന്തിരിക്കം, വേപ്പില എന്നിവയിട്ട് വീട് മുഴുവൻ പുകയ്ക്കുക. ഇത് കൊതുകിനെയും കീടങ്ങളെയും അകറ്റും. സന്ധ്യയ്ക്ക് മുൻപ് മുറ്റമടിക്കുകയും ചെയ്യുക. വീടിൻ്റെ പരിസരത്തുള്ള ഉണങ്ങിയ തുളസി, ചോർച്ചയുള്ള നിലവിളക്ക് ഇവയെല്ലാം എടുത്തു മാറ്റുക. നമ്മുടെ വീടുകളുടെ പഴയ ക്ലോക്കിൽ സമയം ശരിയില്ലാത്ത ക്ലോക്കും പഴയ കലണ്ടറും ഉണങ്ങിയ മരങ്ങളും ഇതെല്ലാം മാറ്റുക. കന്നിമൂലയിലെ മാറാലകൾ, പൊട്ടിയ ചെരുപ്പുകൾ, കേടായ വിഗ്രഹങ്ങൾ, വൃത്തിഹീനമായ പ്രധാന വാതിൽ ഇവയെല്ലാം വൃത്തിയാക്കുക. ഇത് വാസ്തുപരമായി ദോഷകരമാണ്. ചോർച്ചയുള്ള നിലവിളക്ക് സാമ്പത്തിക നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. പൊട്ടിയ ചൂല് മൂദേവിയുടെ ഇരിപ്പിടമായി സൂചിപ്പിക്കുന്നു. കർക്കിടക മാസത്തിൽ ഐശ്വര്യം ലഭിക്കാൻ വീട് വൃത്തിയായും ഈ വസ്തുക്കളില്ലാതെയും സൂക്ഷിക്കണം. ഇത് കുടുംബത്തിന് ആരോഗ്യവും സമ്പത്തും നൽകും. പഞ്ഞമാസം, രാമായണ മാസം എന്നീ പേരുകളിലും കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. കർക്കിടക മാസത്തിൽ വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വീടുകളിൽ ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകും. ഗണപതി ഹോമവും ഭഗവതി സേവയും വീട്ടിൽ വെച്ച് ചെയ്യാൻ അസൗകര്യമുള്ളവർക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് നടത്താവുന്നതാണ്. കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത 1 വർഷത്തേക്ക് തടസ്സങ്ങൾ ഒഴിവാക്കും. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ആയുർവേദ വിധിപ്രകാരം കർക്കിടക മാസത്തിൽ ഔഷധ സേവ നടത്തുന്നതും വളരെ നല്ലതാണ്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനം കർക്കിടക മാസത്തിൽ കന്നിമൂല വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. നമ്മൾ നിത്യവും കത്തിക്കുന്ന നിലവിളക്ക് വൃത്തിയായി സൂക്ഷിക്കുക. വീടിൻ്റെ മുൻവശവും വൃത്തിയായി സൂക്ഷിക്കുക. കർക്കിടക മാസത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. കർക്കിടക മാസത്തെ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകും. വീട്ടിൽ സമ്പത്തും നിറയും. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായി വീടുകളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.